പ്രിയമുള്ളവരെ, ഇങ്ങനൊരു വിഷയം ഒരു 20 മിനിറ്റ് മുന്നെയാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനൊരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കേണ്ടതുണ്ട് എന്ന് എന്നോട് അറിയിക്കുന്നത്. ഉദ്ഘാടകയായി എത്തണം, ഇന്നത്തെ ദിവസത്തിനൊരു ആരംഭം കുറിക്കണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും ഗുരുവിൻ്റെ എഴുത്തുകളിൽ ഗവേഷണം ചെയ്യുന്ന ഒരു ഗവേഷക എന്ന രീതിയിൽ ഈ വിഷയത്തെ ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്നൊരു യുക്തിവാദി എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു യുക്തിവാദ സദസ്സിൽ സംസാരിക്കുന്നത്. പെരിയാറിൻ്റെ റാഷണലിസം, യുക്തിവാദത്തിന് അദ്ദേഹം നൽകിയ മനോഹരമായ ഒരു പേരുണ്ട്. അത് പകുത്തറിവ് എന്നാണ്. പകുത്തറിവ് ഇത് മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു ജീവിക്കും ഏറ്റവും അടിസ്ഥാനപരമായി അയാളിൽ അല്ലെങ്കിൽ അവളിൽ അന്തർലീനമായി ജൈവികമായി കിട്ടുന്ന ഒരു സിദ്ധി എന്തെന്ന് വെച്ചാൽ അത് യുക്തിചിന്തയാണ്. യുക്തിപൂർവം തീരുമാനങ്ങൾ എടുക്കുക, ചിന്തിക്കുക, അഭിപ്രായപ്പെടുക എന്നുള്ളതാണ് മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു ജീവിക്കും ഉണ്ടാകുന്ന കഴിവ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി യുക്തിചിന്തയെക്കുറിച്ച് പെരിയാർ സംസാരിക്കുമ്പോൾ അതിനെ തടയിടുന്ന 2 ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി അദ്ദേഹം കരുതിയിരുന്നത് മതവും സ്റ്റേറ്റുമാണ്. രാഷ്ട്രവും മതവുമാണ്. ബഹുസ്വരത എന്ന വാക്ക് എന്നിൽ ഏൽപ്പിച്ച ഈ ഒരു വിഷയത്തിലുള്ളത് കൊണ്ട് പറയട്ടെ, മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ഈ പ്ലൂറലിസം പെരിയാറിലുണ്ട്. കാരണം മതത്തെ എതിർത്തുകൊണ്ട് സ്റ്റേറ്റിനെ അനുയോജിക്കുന്നവരും സ്റ്റേറ്റിനെ മാത്രം വിമർശിച്ചുകൊണ്ട് മതത്തെ നിസാരവൽക്കരിച്ച് മതത്തിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന കൂട്ടങ്ങളെയും ഒരേപോലെ സമതയോടെ ചെറുത്തിട്ടുണ്ട് പെരിയാർ എന്നതാണ്. ഇത് രണ്ടും അതുകൊണ്ട് തന്നെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ പെരിയാറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡോമിനൻ്റായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് അത് ആൻറ്റി ബ്രാഹ്മിണിസം തന്നെയാണ്. ബ്രാഹ്മിണിസത്തിനെതിരായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ യുക്തിചിന്തയുടെയും കാതൽ അവിടെയാണെന്ന് നമുക്ക് പറയാം. നിരന്തരം യാത്രകൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു എന്താ പറയുക, പ്രഖ്യാപിത ഫിലോസഫറോ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു തിയറിറ്റിഷ്യനോ ഒന്നുമല്ലായിരുന്നു. മറിച്ച് നിരന്തരം കാലത്തിനൊത്ത് സഞ്ചരിച്ച് കാലത്തിൻ്റെ ഒഴുക്കിനെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചകളും വ്യത്യസ്തപ്പെടുത്തിയും തിരുത്തിയും മുന്നേറിയ ഒരു ചിന്തകനാണ് പെരിയാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം USSRൽ പോയി വരുമ്പോൾ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ എന്താ പറയുക ഇൻ്റർനാഷണലിസം, സാർവദേശീയതയെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം. കാരണം ബ്രാഹ്മണ്യത്തെ എതിർക്കുക എന്നുള്ളത് ആ കാലഘട്ടങ്ങളിലൊന്നും അത്ര പ്രകടമായി കണ്ടിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തമിഴ്നാടിന് നല്ലത് ഇസ്ലാമായിരുന്നിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും എത്തീസം, നിരീശ്വര നാസ്തികത അത്യാവശ്യമാണെന്നും പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു നല്ല ജീവിതത്തിനും ഒരു മതജീവിതം നല്ലതല്ല എന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാതലായി നിൽക്കുന്നത് ഈ ആൻറ്റി ബ്രാഹ്മിണിസമാണ്. അതുകൊണ്ട് പെരിയാറിൻ്റെ എത്തീസത്തെ നമ്മൾ പറയുമ്പോൾ, നിർവചിക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ എത്തീസമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പൊളിറ്റിക്കൽ എത്തീസം ചെറുക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് രാഷ്ട്രീയ ശക്തികളുണ്ട്, അതിൽ ജാതി മേൽക്കോയ്മയുണ്ട്, അതിൽ ലിംഗവിവേചനങ്ങളുണ്ട്, സാമ്പത്തികമായ അസമത്വങ്ങളുണ്ട്. അത്തരത്തിൽ ദേശീയതയെ അദ്ദേഹം ചെറുക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ കോളനിവൽക്കൃതമായ ഒരു രാജ്യത്തെ സംബന്ധിച്ച് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പിറവി കൊള്ളണമെന്നൊരിക്കെ അവിടെ ഉയർന്നു വന്ന നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായി സംസ്കൃതവൽക്കരണവും ഹിന്ദിവൽക്കരണവും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ദേശീയതയോടനുബന്ധിച്ച്. അത്തരത്തിൽ അങ്ങനെ ഒരു ദേശീയത അല്ല നമുക്ക് വേണ്ടതെന്നും, മറിച്ച് ബ്രാഹ്മണ്യത്തെ എതിർത്തുകൊണ്ട് സമതയാണ്, ഇക്വാലിറ്റിയാണ് നാം കൈവരിക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പെരിയാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം കൊണ്ട് നാം ഭരിക്കേണ്ടതല്ല, മറിച്ച് ഇടപെടേണ്ടതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ ഭരിക്കണം? ഭരിക്കേണ്ടതല്ല, മറിച്ച് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്നതാണ്. അതിന് പ്രധാനമായും അദ്ദേഹം ചേർത്ത് നിർത്തിയത് ദൈവത്തെയും മതത്തെയും പുരുഷാധിപത്യത്തെ കൂടിയാണ് എന്നത് പെരിയാറിനെ വ്യത്യസ്തനാക്കുന്നുണ്ട്.
പുരുഷാധിപത്യത്തെയും ദൈവത്തെയും മതത്തെയും. അവിടെ പെരിയാറിൻ്റെ ഈ പൊളിറ്റിക്കൽ എത്തീസം എന്ന് നാം പറയുന്ന പെരിയാറിൻ്റെ റാഷണലിസം ഒരു എംപെരിക്കൽ വിസ്ഡം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജിൻ്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു യുക്തിവാദമാണ്. ഈ എംപിരിസിസം എന്നാൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തോട് അനുഭവിച്ച് നമ്മുടെ ഉൾക്കാഴ്ചകൾ ഉണ്ടായി നമുക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളെയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു എംപെരിക്കലായ വിസ്ഡം പെരിയാറിനെ സംബന്ധിച്ചുണ്ട്. അത് നമുക്ക് നാരായണ ഗുരുവിലും കാണാൻ സാധിക്കും. കാരണം എന്തെന്നാൽ നാരായണ ഗുരുവിൻ്റെ ജാതി ലക്ഷണം എന്ന കവിതയിൽ പറയുന്നു, പേര് ഊര് തൊഴിൽ ഈ മൂന്നും ഓരുമായത് കേൾക്കുക, ആരു നീയെന്നു കേൾക്കേണ്ട നേരുമെയ് തന്നെ ചൊൽകയാൽ. പേര് ഊര് തൊഴിൽ ഇത് മൂന്നും അറിഞ്ഞാൽ മതി ഒരു മനുഷ്യനെ നാം അറിയുമ്പോൾ. അതിനപ്പുറം അയാൾ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം നേര്, സത്യം ഏതിനത്തിൽ പെടുന്നു എന്നത് ശരീരം തന്നെ കാണിച്ചു തരുന്നു എന്നതാണ് ആ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാതി ലക്ഷണത്തിൽ തന്നെ ഗുരു പറയുന്നു, ഇനമാർന്നുടൽ താൻ തൻ്റെ ഇനമേതെന്ന് ചൊല്ലുകയാൽ ഇനമേതെന്ന് കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ. ഇനമാകുന്ന ഏതിനം, പക്ഷിയാണോ മൃഗമാണോ മനുഷ്യനാണോ എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടറിയാൻ പറ്റുന്ന ഒരു ഇനമാണ് മനുഷ്യൻ എന്നത്, മനുഷ്യജാതി എന്നത്. അപ്പൊ ഈ ഇനമാർന്ന ഉടൽ താൻ തൻ്റെ ഇനമേതെന്ന് ചൊല്ലുകയാൽ ഉടൽ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു തൻ്റെ ഇനമേതാണെന്ന്. അങ്ങനെയെങ്കിൽ ഇനമേതെന്ന് ചോദിക്കേണ്ടതില്ല, അങ്ങനെ ചോദിക്കില്ല. ആര്? നിനവും കണ്ണുമുള്ളവർ. ഉൾക്കാഴ്ചയും അനുകമ്പയും നേർക്കാഴ്ചയും ഒക്കെ ഉള്ള മനുഷ്യർ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല എന്ന് നാരായണ ഗുരു പറയുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ 8 വരികൾ കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അത് എംപെരിക്കലായൊരു വിസ്ഡമാണ്. ജീവിതത്തിൽ നമുക്ക് കണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു നാം ഏതിനത്തിൽപ്പെട്ടത് എന്ന്. ഇത്തരത്തിലുള്ളൊരു എംപെരിക്കൽ വിസ്ഡം ഒരു എന്താ പറയുക, പെരിയാറിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ പരമാധികാരത്തെ കൂടി നമുക്ക് ഇവിടെ ചേർത്ത് വെച്ച് കമ്പയർ ചെയ്ത് വായിക്കാൻ സാധിക്കും. അതായത് ദ സോവറിനിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. അതാണല്ലോ പെരിയാറിൻ്റെ സ്വാഭിമാനം, സെൽഫ് റെസ്പെക്റ്റ് എന്നത്. അപ്പൊ ഈ സ്വാഭിമാനത്തെ തട്ടിച്ച് നമുക്ക് ഈ ഗുരുവിൻ്റെ വരികൾ കൂടി നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുവിൻ്റെ ഫ്രട്ടേണിറ്റി, സോദരത്വേന, സാഹോദര്യം എന്ന വിശാലമായ കാഴ്ചയും ഈ ഒരു വ്യക്തിയുടെ പരമാധികാരത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ആത്മോപദേശ ശതകത്തിൽ ഗുരു എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്, അറിവിനെ സ്വാംശീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ അറിവ് എന്നതൊരു ഹിസ്റ്റോറിക്കലായ ഒരു കോൺഷ്യസ്നെസ് ആണ്. അതായത് മനുഷ്യനുണ്ടായ കാലം തൊട്ട്, ആദിമകാലം തൊട്ട് ഇന്നോളം നമ്മളെല്ലാം കൈമാറി വരുന്നത് ജാതിയല്ല, മതമല്ല, മറിച്ച് അറിവാണ് എന്നതാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്ന പല അർത്ഥങ്ങളിലൊന്ന്. അതായത് ഈ അറിവാകുന്നതിൽ നാം അറിവിൻ്റെ മുന്നിൽ സമന്മാരാകുന്നു, സമതയുള്ളവരാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് നമ്മളിങ്ങനെ കാലങ്ങളായി കൈമാറി ഉടലുകളിലൂടെ നാം എന്താ പറയുക, കൈമാറി വന്ന ഈ അറിവ് നമ്മളെ തുല്യരാക്കുന്നു. അതോടുകൂടി പലതരത്തിലുള്ള വിവേചനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരിനത്തിൽ പെടുന്നു. അത് യുക്തിചിന്തയുള്ള, യുക്തിപൂർവം ചിന്തിക്കുവാൻ, അഭിപ്രായപ്പെടുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യനായി ആ ഇനത്തിൽ നാം ഉൾക്കൊള്ളുന്നു എന്ന് നാം ഈ കാലഘട്ടത്തിൽ ആത്മോപദേശ ശതകം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ബഹുസ്വരത, ഈ പ്ലൂറലിസം നമുക്ക് പെരിയാറിലും കാണാൻ സാധിക്കുന്നു, അത് ഗുരുവിലും കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച്, പെരിയാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു യൂണിവേഴ്സലിസ്റ്റ് ആയിരുന്നു, ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിവേഴ്സലിസ്റ്റ് ഹ്യൂമനിസ്റ്റ് എന്ന് പെരിയാറിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിതുകൊണ്ടാണ് പെരിയാർ അംബേദ്കറിനോട് സാമ്യപ്പെടുന്നത് ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ തന്നെയാണ്. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചെറുക്കുന്നത് ഈ സെക്യുലർ ബ്രാഹ്മണ്യസത്തെയും പൊളിറ്റിക്കൽ ബ്രാഹ്മണ്യസത്തെയും റിലീജിയസ് ബ്രാഹ്മണ്യസത്തെയുമാണ്. അതായത് ഏത് തരത്തിലുള്ള ബ്രാഹ്മണ്യത്തെയും ചെറുക്കുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ബ്രാഹ്മണ്യമാകട്ടെ, അത് മതാടിസ്ഥാനത്തിലാകട്ടെ, ഒരു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ മതേതരമായ ബ്രാഹ്മണ്യമാകട്ടെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാൽ പലപ്പോഴും
ഭരണകർത്താക്കളായി മാറുന്ന പല മനുഷ്യരും മതേതരവാദികളായിരിക്കും, പക്ഷെ അവർ ഒരിക്കലും ബ്രാഹ്മണ്യത്തെ തള്ളി പറയുന്നുണ്ടാവില്ല. അവർ ഇലൈറ്റിസ്റ്റുകളായിരിക്കാം. അതുപോലെ തന്നെ പൊളിറ്റിക്കലായ ബ്രാഹ്മണ്യത്തെയും എതിർക്കുന്നു എന്നുള്ളതാണ്. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഗുരു അറിവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും, വിരളത വിട്ട് വിളങ്ങുമാ മഹത്താം അറിവിൽ അമർന്ന് അതു മാത്രമായിടേണം എന്ന് പറയുന്നു. അതായത് ഈ അറിയുന്നവൻ, ചിന്തിക്കുന്നവൻ അല്ലെങ്കിൽ അറിയിക്കുന്നവൻ, ഈ അറിവിനും മുകളിലാണ് എൻ്റെ അറിവ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഈ ചിന്തകർ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകൾ കേൾവിക്കാരെക്കാൾ ചിന്തകർ വലുപ്പമേറിയവരാണെന്നൊരു ചിന്ത വരുമ്പോൾ ആ ചിന്തയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ചിന്തകരാണെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയ്ക്കൊരു പ്രശ്നമില്ല. അപ്പം അത്തരത്തിൽ ഈ അറിവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ അറിവിനെ കൂടുതൽ ആളുകളിലേക്ക്, ഒരു റാഷണലിസ്റ്റ് ഫോറം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഈ കാലഘട്ടത്തിൽ നാം പറയുന്ന എഥീസത്തിനും റാഷണലിസത്തിനും വലിയ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായി പറഞ്ഞതുപോലെ ആവില്ല അത്. കാരണം എന്തെന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നാം പറഞ്ഞു കേട്ട് ശീലിച്ച് തഴമ്പിച്ച ഒരു വാക്കുണ്ട്. എന്നാലും രാഷ്ട്ര നിർവഹണത്തിൽ അല്ലെങ്കിൽ ഭരണത്തിലൊക്കെയും മതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു പ്രസൻസും ഉണ്ടാകാൻ പാടില്ല എന്ന് പെരിയാർ ശഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം യുക്തിവാദം പറയുമ്പോൾ നാം ഈ ശാസ്ത്രം കൊണ്ടും യുക്തിവാദം കൊണ്ടും ആരെയെങ്കിലും ഭരിക്കേണ്ടതുണ്ടോ അതോ വളർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇവിടെ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത. എന്തെന്നാൽ മതത്തിൽ വളരെ പ്രൈവറ്റായി ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ മതാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവാദത്തിൽ പോലും ഏർപ്പെട്ടാൽ അസ്വസ്ഥരായി കത്തിയും വാളും എടുത്ത് ഇറങ്ങുന്ന മനുഷ്യരുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ മതത്തിൽ വളരെ പ്രൈവറ്റായി ജീവിക്കുന്ന മനുഷ്യരെയും എന്നാൽ രാഷ്ട്രീയത്തിൽ വളരെ സെക്യുലറായി മതേതരരായി ജീവിക്കുന്നവരെയും നാം കേൾവിക്കാരായി ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തെന്നാൽ നാം അവരിലേക്ക് ചേർന്നിറങ്ങുകയും അല്ലെങ്കിൽ അവർ നമ്മളടുത്തേക്ക് എത്തുകയും ചെയ്താൽ നമുക്ക് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയെല്ലാം ചെറുക്കുവാൻ സാധിക്കും. അതിലൂടെ കൂടുതൽ യുക്തിചിന്തയുള്ള മനുഷ്യരെ വാർത്തെടുക്കുവാനും സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ റാഷണലിസ്റ്റ് ഫോറത്തിലേക്ക് എന്നെ കുറച്ച് വാക്കുകൾ സംസാരിക്കുവാനും ഉദ്ഘാടനം ചെയ്യുവാനുമായി ക്ഷണിച്ച ലാൽ സലാം സഖാവിനും നന്ദിയുണ്ട്. എന്നെ കേട്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സ്നേഹം.